ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പറഞ്ഞു തരാം. നമ്മൾ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ചില വാക്കുകൾ ഉപയോഗിക്കും. ആ വാക്കുകൾ നമ്മൾ ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നതായിരിക്കാം. എന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വന്നാൽ എങ്ങനെയിരിക്കുമല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് വേണ്ടയായിരുന്നു, ഇത് കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നത് എന്ന് പല ദിവസങ്ങളിലും ഇരുന്ന് ഞാൻ പറയുമായിരുന്നു. എന്നാൽ അത് നമ്മളെ അല്ലെങ്കിൽ എന്നെ കൈവിട്ട് പോകുന്നൊരവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുക വരെ ചെയ്തു. എന്നാൽ അത് തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ ഒരുപാട് പാടുപെട്ടു. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മൾ നന്ദിയില്ലാതെ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മോശം നടക്കുമ്പോൾ അതിനെ നമ്മൾ ഭയങ്കരമായിട്ട് കുറ്റം പറയാറുണ്ടല്ലേ. ഇത് വേണ്ടായിരുന്നു, ഇത് കാരണമാണ് സംഭവിച്ചതെന്ന്. അപ്പം ഞാനും നിങ്ങളൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, എൻ്റെ അറിവില്ലാത്ത സമയത്താണ് ഞാനത് ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അറിവോടുകൂടി ഒരു കാര്യവും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഒരു കാര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടാനായിട്ട് നമ്മളെടുക്കുന്ന ആ ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട്. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മടുക്കുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും വേണ്ടായിരുന്നു, നമ്മൾ ചെയ്തൊരു തെറ്റല്ലേ എന്ന്. നിങ്ങൾ അങ്ങനെ ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, ഏറ്റവും നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്ത് തരുന്ന ഒരു സംഭവത്തിനെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നിങ്ങളതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിന്ന് ഫൊർഗീവ് ചെയ്യുക. ഞാൻ ആക്ച്വലി ആ ഒരു സംഭവം മാറ്റിയെടുത്തത് ഒരുപാട് ഫൊർഗീവ്നെസ്സിലൂടെയും ഒരുപാട് മൈൻഡിൻ്റെ ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇന്നിപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടി. പക്ഷേ അത് വളരെ പ്രഷ്യസാണ്, അതിന് ഒരുപാട് വാല്യൂ ഉണ്ട്. അതൊരിക്കലും ഇനി നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴും അത് ഗ്രേറ്റ്ഫുള്ളായിട്ട് തന്നെ വെച്ചേക്കുക. ഒരിക്കലും കുറ്റം പറയാനായിട്ട് തുടങ്ങരുത്, അല്ലെങ്കിൽ കുറ്റം പറയരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ടിപ്സുമായിട്ട് ഞാൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു.